ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നെയിൽ പോളിഷ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൂത്രങ്ങളാണ്. നഖത്തും ഇടാൻ മാത്രമല്ല വീട്ടിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നെയിൽ പോളിഷ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതെന്തായാലും ഒരു 10 കാര്യങ്ങളോളം ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തേക്ക് പോവാം. ആദ്യത്തേന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ സ്വർണ്ണക്കമ്മൽ നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ പിരി പലപ്പോഴും ഇപ്പോൾ ഊരിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് ചെറിയ കുട്ടികൾ ഇടുമ്പോൾ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ കമ്മൽ ഊരിയിട്ട് അതിൻ്റെ പിരി ഉണ്ടല്ലോ, ആ പിരിയുമേ കുറച്ച് ക്യൂടെക്സ് അല്ലെങ്കിൽ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ പിരി ഇടുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നെയിൽ പോളിഷ് നമ്മൾ ഇട്ടേക്കണ കാരണം ഒരു പശ പോലെയാണല്ലോ, അത് ഒട്ടിപ്പിടിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ അത് എന്താ പറയുക, പെട്ടെന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഊരി പോരേയില്ല. ഇനി നമുക്കത് ഊരണമെങ്കിൽ തന്നെ ഒന്ന് നന്നായിട്ട് പിടിച്ച് തിരിച്ചാൽ മതി. കുറച്ചും കൂടി നന്നായിട്ട് തിരിച്ചാൽ പോരുകയും ചെയ്യും. പശയുടെ മാതിരി ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കില്ല. എന്നാൽ നമ്മുടെ കമ്മലിൻ്റെ പിരി നല്ല സേഫായിട്ടിരിക്കും. സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഇത് ചെയ്യാവുന്ന വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് പെയിൻറ്റൊക്കെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയിൽ പോളിഷ് ഉപയോഗിക്കാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ചുമരുമ്പോൾ ഒരു ഡിസൈൻ വർക്ക് ഉണ്ട്, അതുമുള്ള അത് നമുക്ക് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയിൽ പോളിഷ് ഉപയോഗിക്കാം. കാരണം നെയിൽ പോളിഷ് വാട്ടർ പ്രൂഫാണല്ലോ, നമുക്കറിയാം, പെട്ടെന്ന് പോവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെയിൽ പോളിഷ് ഉപയോഗിക്കാം. ഇതിന് മാത്രമല്ല, ഇപ്പോൾ വണ്ടിയുമത്തെ കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കബോർഡും കുറച്ച് പെയിൻറ്റ് പോയിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയിൽ പോളിഷ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ ചാവി സെയിം തന്നെയാണ്, എല്ലാത്തിൻ്റെയും കളർ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുമ്മേ നെയിൽ പോളിഷ് വെച്ച് പെയിൻറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ കബോർഡിൻ്റെ ആണ് പല പല ചാവികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കബോർഡിൻ്റെ ആ ഏരിയയിലും അവിടെയും വേണമെങ്കിൽ ഒന്ന് പതുക്കനെ ഈ കളർ കൊണ്ടൊന്ന് ആ നോബും അടിച്ചു കൊടുക്കാം, ചാവിയും അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചാവി പെട്ടെന്ന് തിരിച്ചറിയാം. ഇതിന് മാത്രമല്ല, ലോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റ് അടിച്ചിട്ട് കീയും പെയിൻറ്റ് കൊടുത്താൽ സെയിം ലോക്കും കീയും ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നെയിൽ പോളിഷ് ഉപയോഗിക്കാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെയിൽ പോളിഷ് പശ പോലെയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പശയുടെ അതേ യൂസിന് തന്നെ തൽക്കാലം നമ്മുടെ കയ്യിൽ പശ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആയിട്ടുള്ള നെയിൽ പോളിഷ് ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായി. അപ്പോൾ പിന്നെ കളർ പെട്ടെന്ന് അറിയില്ല. ക്ലിയർ ആയിട്ടുള്ള നെയിൽ പോളിഷ് ജസ്റ്റ് ഒരു കോട്ട് കൊടുത്തിട്ട് നമുക്കിത് പശ പോലെ ഉപയോഗിക്കാം. അത് മാത്രമല്ല, ജ്വല്ലറിമത്തെ കല്ലുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ക്ലിയർ നെയിൽ പോളിഷ് വെച്ചിട്ടും നമുക്കൊന്ന് എന്താ പറയുക, കുറച്ചാക്കി കൊടുത്താൽ നമുക്ക് പശ പോലെ തന്നെ ഉപയോഗിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലിപ്പോൾ എന്താ പറയുക, 2 ഫോണുണ്ട്. അപ്പോൾ അതിൻ്റെ കേബിൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ടും ഒരേപോലത്തെ ചാർജേഴ്സാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കേബിളിന്മേൽ 2 കളേഴ്സ് ഓരോ കേബിളിനായിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് ആരുടെ ഫോണിൻ്റെ ആണ് അല്ലെങ്കിൽ ഏത് ഇതിൻ്റെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കതുമൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണുമ്മേയും ഒരു ഡ്രോപ്പ് നെയിൽ പോളിഷ് എവിടെയെങ്കിലും അതിൻ്റെ ഫോൺ കവറും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ സൂചി നൂലും കോർക്കുമ്പോൾ ചിലപ്പോൾ നൂലോ അല്ലെങ്കിൽ അത് നമുക്ക് കോർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ നൂലിങ്ങനെ പിന്നി പോണ നൂലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയിൽ പോളിഷ് അതുമ്പോൾ ലേശം ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക, സൂചി നൂലും നല്ല ഈസി ആയിട്ട് കോർക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നെയിൽ പോളിഷ് ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ളതാണുള്ളതെന്നുണ്ടെങ്കിൽ സ്ക്രൂകളൊക്കെ ഉണ്ടല്ലോ, അതുമ്പോൾ തുരുമ്പ് വരാതിരിക്കാൻ, അതുപോലെ തന്നെ അത് ലൂസായി പോകാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഒരു ലൈറ്റായിട്ട് അതുമ്മേ എന്താ പറയുക നെയിൽ പോളിഷ് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, പെട്ടെന്ന് തുരുമ്പ് എടുക്കുകയില്ല. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ സെയിം പ്ലേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റാണ്, അത് സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പ്ലേറ്റുകൾ പെട്ടെന്ന് ഓരോരുത്തരുടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിൻ്റെ താഴെ ഓരോരുത്തരുടെ പേരിൻ്റെ അക്ഷരം വെച്ചിട്ട് നെയിൽ പെയിൻറ്റ് വെച്ചിട്ട് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് താഴ്ഭാഗത്തായതുകൊണ്ട് പ്രശ്നമില്ല, അത് കഴുകുമ്പോൾ പൂവില്ല, ഫുഡിലേക്കൊന്നും ആവണ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചിലർ ചോദിക്കാറുണ്ട് എന്നോട്, പാത്രങ്ങളാണെമ്പോൾ എന്താണ് ഇതും ഇങ്ങനെ എഴുതിയേക്കണേന്ന്. അപ്പോൾ പിന്നത്തെ കാര്യമുള്ളത്, നമ്മുടെ ഇപ്പോൾ കുക്കറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേപോലത്തെ 2-3 കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മൂടികൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലും നെയിൽ പോളിഷ് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ കുപ്പികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പ്രേയുടെ ബോട്ടിൽസ്, അതിനൊക്കെ ഇങ്ങനെ അടിയിൽ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം തുരുമ്പ് വരുന്ന പോലെ കാണാൻ പറ്റും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ക്ലിയർ നെയിൽ പോളിഷ് ആണെങ്കിൽ നന്നായി അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്യൂടെക്സ് വെച്ചിട്ട് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ ബാത്റൂമിലൊക്കെ ഇങ്ങനത്തെ ബോട്ടിൽസ് വെക്കാറുണ്ട്, ചിലപ്പോൾ ഈ ഷേവിങ് ലോഷൻ അങ്ങനത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ ഷേവിങ്ങിൻ്റെ സ്പ്രേ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ
നമ്മുടെ ജ്വല്ലറിയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വാച്ചൊക്കെ ചിലവർക്ക് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ വേർത്ത് കഴിയുമ്പോൾ ഒക്കെ ഈ സ്കിന്നിൽ ഭയങ്കര ഇറിറ്റേഷൻ വരുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വാച്ചിൻ്റെ പിന്നിൽ ക്ലിയർ നെയിൽ പോളിഷ് ഏറ്റവും നല്ലതിട്ട് അത് അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കമ്മൽ മേടിക്കുന്ന മോഡൽ ഇതുപോലത്തെ കമ്മൽസൊക്കെ ഫാൻസി ഇടുമ്പോൾ ചിലവർക്ക് ഇങ്ങനെ കാത് പഴുക്കണ കുഴപ്പമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നായിട്ട് ഡയറക്റ്റ് ഒരു ഇത് ഉണ്ടാവില്ല. കാരണം നെയിൽ പോളിഷിൻ്റെ ഒരു കോട്ടിങ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം. വാച്ചുമേ അതുപോലെ തന്നെ കമ്മലുമേ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് നെയിൽ പോളിഷിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഇഷ്ടം പോലെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ബോട്ടിൽസൊക്കെ വെച്ചിട്ട് അതിൽ ഇത്തിരി റിമൂവർ ഒഴിച്ച് നന്നായിട്ട് ബോട്ടിൽ ക്ലീൻ ചെയ്തെടുത്താൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ വേസ് പോലെയോ ഡെക്കറേറ്റീവ് പീസായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ബോട്ടിൽസിന് ഉപയോഗിക്കാൻ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും നിങ്ങളോട് എല്ലാവരോടും ബൈ ബൈ.